പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിപ്പൊടിയുടെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ചൂട് കട്ടിയുള്ളൊരു ചീനിച്ചട്ടിയിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് തോരപ്പരിപ്പാണ്. നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ എടുക്കത്തില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അത് കുറച്ചൊന്ന് മൂത്തതിന് ശേഷം വേണം ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ. കാരണം പരിപ്പിന് കുറച്ച് മൂപ്പ് കൂടുതലാണ്, അതുകൊണ്ട്. ഇനി ഞാനിവിടെ ഒരു ചെറിയ കട്ട കായം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ കായം വാങ്ങിക്കുന്നതാണ് നല്ലത്, മറ്റേത് ഉടച്ച് പൊട്ടിച്ചെടുക്കാൻ പാടാണ്. അതൊന്ന് മൂപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് ഉഴുന്ന് നമ്മൾ മൂത്തോണ്ടിരിക്കുന്ന ആ പരിപ്പുണ്ടല്ലോ അതിൽ ചേർത്ത് കൊടുക്കാം. തൊലിയുള്ള ഉഴുന്നുണ്ടല്ലോ അത് കിട്ടുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ്. ഇവിടെ നമുക്ക് എപ്പോഴും അത് കിട്ടത്തില്ല. അപ്പോൾ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ ഉഴുന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കായൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ബാക്കി ഈ ചൂടിനകത്ത് കിടന്ന് റെഡി ആയിക്കോളും. അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാമേ. ഇനി ഞാൻ ഒരു 5-6 മണി കുരുമുളക് എടുത്തിട്ടുണ്ട്, മുഴുവൻ കുരുമുളക്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് പച്ചരി ഉണ്ടല്ലോ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം. വേറൊരു ചട്നി പൗഡറിൻ്റെ വീഡിയോ നമ്മളിതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒരിയിച്ചെടുക്കണം. ഇനി അതുപോലെ തന്നെ 1/4 കപ്പ് എള്ള് ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ള് കിട്ടുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വെളുത്ത എള്ളായാലും മതി. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. സിമ്മിലിട്ട് വേണം കേട്ടോ അത് മൂപ്പിക്കാനായിട്ട്. തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങ് മൂത്ത് കറുത്ത് പോകും. ഇനി നമുക്ക് ഒരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് അടർത്തിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 2 എരിവുള്ള മുളകും അതുപോലെ തന്നെ 2 പിരിയൻ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിരിയൻ മുളക് ഒത്തിരി വലുതായതുകൊണ്ട് അതൊന്ന് മുറിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. നല്ല ചൂട് ഇഡ്ഡലിയുടെയും ചൂട് ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ഇതുപോലെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു കൈപ്പിടിയോളം കറിവേപ്പില എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടിങ്ങനെ മൂത്ത് മൊരിയിപ്പിച്ചെടുക്കണം. കറിവേപ്പിലയൊക്കെ നന്നായിട്ടിങ്ങനെ ക്രിസ്പി ആയിട്ട് വരും. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഞെരിക്കുമ്പോഴത്തേക്കും പടപടപടാന്നങ്ങ് ഞെരിഞ്ഞ് ഉടഞ്ഞ് വരും. ആ ഒരു പരുവാകും കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മളിങ്ങനെ മൂപ്പിക്കുമ്പോഴത്തേക്കും ആ വെളുത്തുള്ളിയും ഇതിനകത്ത് ഈ ചൂടിനകത്ത് കിടന്ന് തന്നെ അങ്ങ് മൊരിഞ്ഞോളേ. ഈ ഇഡ്ഡലിപ്പൊടി കൊണ്ട് നമുക്ക് പൊടി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ പൊടിദോശ ഉണ്ടാക്കാം. ഇനി ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കാൻ പോവുകയാണ്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാനേ. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ചെയ്യുമ്പോഴത്തേക്കും മിക്സി പെട്ടെന്ന് കേടായി പോകും, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുക്കണേ. നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് ജാറ് വേണം എടുക്കാൻ. അതിലേക്ക് നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിപ്പോൾ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അങ്ങനത്തെ നമ്മുടെ ഇഡ്ഡലി പൊടി ഇവിടെ കിടിലമായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ, ഗൺ പൗഡർ എന്നാണ് പറയുന്നത്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് നിരത്തി വയ്ക്കാം. അങ്ങനെ ബാക്കി നമ്മൾ ചേർത്തപ്പോഴത്തേക്കും ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതെല്ലാം കൂടി ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തേ. അങ്ങനെ ഇപ്പം എല്ലാം പാകമായിട്ടുണ്ട്. നമ്മുടെ വീഡിയോയും വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.